ഇന്ന് എനിക്കൊരു ഫോട്ടോഷൂട്ട് ഉണ്ട്. പൊങ്കൽ ഫോട്ടോഷൂട്ടാണ്. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. സോ ഞാൻ ഷൂട്ടിന് പോവാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. എന്നെ മാത്രം കാണിക്കുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ പറയുന്ന പോലെ. കാരണം 7 മണിക്ക് എനിക്ക് അവിടെ എത്തണം. ഇപ്പോൾ തന്നെ ഓൾറെഡി 5:30 ആയിട്ടുണ്ട്. എനിക്ക് തല നനയ്ക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ച് ഓട്ടമാണ്. ഇല്ലാതെ കുറേ ടയേർഡായതുകൊണ്ട് ഞാൻ കയറി കിടന്നു. പിന്നെ സാരി ഡ്രേപ്പ് ചെയ്യണം. അതിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താണ് പോണത്. എന്നിട്ട് വേണം ഡ്രേപ്പ് ചെയ്തിട്ട് വേണം അവിടെ പോകാൻ. അവിടെ പോയിട്ടായിരിക്കും മേക്കപ്പും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പം ലെറ്റ്സ് ഗോ. ഈ ഡ്രേപ്പിങ്ങും മേക്കപ്പും ഒന്നും ചെയ്യുന്ന എനിക്ക് എടുക്കാൻ പറ്റില്ല. ഭയങ്കര ഓട്ടമായിരുന്നു. ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായി. അപ്പം നമ്മൾ ഫസ്റ്റ് ലൊക്കേഷൻ വരുന്നത് പുഞ്ചക്കിരിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായി. നല്ല വെയിലുണ്ടായിരുന്നു. ഏകദേശം ഒരു 10 മണിയൊക്കെ ഞങ്ങൾ നല്ലതുപോലെ ലേറ്റായിട്ടാണ് എത്തിയത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ലുക്കെന്ന് പറയുന്നത്. അപ്പം എനിക്ക് ഫ്രണ്ടിൽ ഗ്രേ ഹെയർസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ മുടി ഇടാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എനിക്ക് നല്ല കറക്റ്റ് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ തന്നെയാണ് എനിക്കിത് വന്നത്. അപ്പോൾ കണ്ടില്ലേ, അവിടെ ഇങ്ങനെ നമ്മുടെ ലൊക്കേഷനിൽ നമുക്ക് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ലൊക്കേഷനിൽ പോകണമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ റീൽസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ കരമന ഒരു ടെമ്പിളിൻ്റെ അവിടെയാണ് പോയത് കേട്ടോ. ഒരു വെറൈറ്റി ടെമ്പിളായിരുന്നു കേട്ടോ. നല്ല വലിയൊരു ആൽമരവും പിന്നെ ഫ്രണ്ടിലായിട്ട് വലിയ പുഴയാണോ ആറാണോ അതൊന്നും എനിക്കറിയില്ല. പക്ഷേ എങ്കിലും നല്ല ഭംഗി കണ്ടോ, നല്ലൊരു വ്യൂ ആയിരുന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നല്ല ടയേർഡായി. 12 മണി എന്തോ സംതിങ് ആയിട്ടുണ്ടായി. എൻ്റെ മുഖമൊക്കെ ക്ഷീണിച്ച് അവശയായി. ഓ മൈ ഗോഡ്, നാളെ ഓഫീസിൽ പോകണമല്ലോ എന്ന് ഓർക്കുമ്പോൾ അതിലേറെ വിഷമം. പിന്നെ നേരെ ഊബർ വിളിച്ചു. കാരണം ഓൾറെഡി ലേറ്റ് ആയിരുന്നു. ഇപ്പോൾ പിന്നെ ചെന്നിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം. പിന്നെ കുറച്ച് പണികളൊക്കെ കൂടെ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു ഊബർ വിളിച്ചിട്ടാണ് തിരിച്ച് ഫ്ലാറ്റിലെത്തിയത്. ഹലോ, സോ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞു തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസ് കാണുമ്പോൾ നമുക്കറിയാമല്ലോ എന്നെ നല്ല ടയേർഡാണ്. കാരണം നമ്മൾ മോർണിംഗ് എഴുന്നേറ്റ് പോയി. പിന്നെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് വാസ് ഗുഡ് ആക്ച്വലി. ആൻഡ് 2025 സ്റ്റാർട്ടിങ് തന്നെ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാണ്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ആക്ച്വലി. അപ്പം നമുക്ക് എന്തായാലും കാണാം. എനിക്ക് പതിവ് പോലെ തന്നെ ഇവിടെ ക്ലീൻ ചെയ്യാനുണ്ട് കുറേ. അപ്പോൾ ക്ലീൻ ചെയ്യണം. പിന്നെ ഒന്ന് ഉറങ്ങണം. ആദ്യം ഒന്ന് ഉറങ്ങിയിട്ട് ഇതൊക്കെ ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ മുടി ഷാമ്പൂ ചെയ്യണം. കാരണം ഓൾറെഡി ഹെയർ സെറ്റിംഗ് സ്പ്രേ ഒക്കെ ഇട്ടിട്ട് മുടി ഒരു പരിവായിട്ടിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഞാനിപ്പോൾ ആ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഗൈസ് ഓർക്കണം, ഞാൻ കംപ്ലീറ്റ്ലി ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അന്നത്തെ ദിവസത്തെ. അന്ന് ടയേർഡായിട്ട് ഞാൻ കുളിച്ച് റെഡിയായിട്ട് പിന്നെ കയറി കിടന്ന് ഉറങ്ങിപ്പോയി. എനിക്ക് കംപ്ലീറ്റ് എടുക്കാൻ പറ്റിയില്ല. അന്ന് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഫോട്ടോസൊക്കെ വരുമ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യാം. എന്നെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നെങ്കിൽ ടു ഫോളോ. അപ്പം വെയിറ്റ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഞെക്കി പൊട്ടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇറ്റ്സ് മീ ഭാവന ഭവൻ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ.